ചോദ്യത്തിലേക്ക് വരിക. ചോദ്യം ബിജെപിയുടെ ആൾ ഇവിടെ പറഞ്ഞല്ലോ രാജ്യം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായെന്ന്. എങ്ങനെ രാജ്യം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി? അദാനിക്കും അംബാനിക്കും മാത്രം കോർപ്പറേറ്റ് മൊത്തം എഴുതി കൊടുത്തായി. അല്ലെങ്കിൽ നിങ്ങൾ ലോക പട്ടിണി സൂചികയും ലോക ദാരിദ്ര്യ സൂചികയും നോക്കിക്കോ. അതിനകത്ത് ഇന്ത്യ എത്രാം സ്ഥാനത്താണുള്ളത്? അവസാനത്താണ് എത്തിയത്. എന്തുകൊണ്ട് എത്തി? 112ാമത്തെ സ്ഥാനത്തെത്തി. അപ്പോ അത് നിങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിച്ചിട്ടാണ്. നിങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞ് ജോലി ഏറ്റവും കൂടുതൽ കൊടുത്തെന്ന്. ഇന്നും ഇന്ത്യൻ റെയിൽവേയിൽ എത്രമാത്രം വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്? എത്രമാത്രം? നിങ്ങൾ ഏതെങ്കിലും ഒരു വേക്കൻസി നിർത്തിയിട്ടുണ്ടോ? നേരത്തെ ഇവിടെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞു അത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ MP കൊണ്ടുവന്നതാണ്. ഇപ്പൊ BJP കാരൻ പറയുന്നു അവർ കോർപ്പറേറ്റ് വൽക്കരിച്ചതിന്റെ ഭാഗമായിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വന്നതാണെന്ന്. അതിൽ നമ്മൾ എന്ത് വിശ്വസിക്കും? അതേ കണക്ക് തന്നെ 10,000 കോടിയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞു. കൊല്ലത്തൊരു ESI മെഡിക്കൽ കോളേജ്, ESI സ്പെഷ്യാലിറ്റി കോളേജ് ആശുപത്രി ഉണ്ട്, അറിയാവോ? സാധാരണ തൊഴിലാളികൾ വന്ന് സൗജന്യമായി മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന ESI സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതിനെ എങ്ങനെ സ്പെഷ്യാലിറ്റി എന്ന് വിളിക്കും? അവിടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ സ്കാനിങ് ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാത്തത്? ദിവസങ്ങളോളം പട്ടിണി കിടന്ന് അവസാനം ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവായിട്ടുള്ള മധുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നാടാണ് കേരളം. ആ കേസിലെ പ്രതികളാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ, അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ. അവർക്ക് എന്ത് അവകാശമുണ്ട് പട്ടിണിയെ കുറിച്ച് പറയുവാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നു കേരളത്തിലെ ഒരു ആദിവാസി യുവാവ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ബ്രെഡ് മോഷ്ടിച്ചതിന് പേരിൽ കെട്ടിയിട്ട് അതിക്രൂരമായ കൊലപ്പെടുത്തിയ നാടാണ് കേരളം. അവിടെയാണ് ആ കേസിലെ പ്രതികൾ ആരാണ്? ഇടതുപക്ഷ പശ്ചാത്തലമുള്ള CPM പശ്ചാത്തലമുള്ളവരാണ് ആ കേസിലെ പ്രതികളെന്ന് ഞാൻ തെളിയിച്ചു തരാം. താങ്കൾ പറയുന്നത് കേരളത്തിലെ പട്ടിണിയെ കുറിച്ച് പറഞ്ഞതാ. അത് താങ്കൾ പിൻവലിക്കണം. മധുവിന്റെ കൊലപാതകം നമ്മളെല്ലാം അങ്ങേയറ്റം വേദനയോടുകൂടി കാണുന്ന ഒരു കാര്യം. അതെങ്ങനെ ഇടതുപക്ഷത്തിന്റെ ചുമലിൽ വെക്കാൻ കഴിയും? ഡിവൈഎഫ്ഐയുടെ സുഹൃത്ത് ചോദിച്ചത് പട്ടിണിയെ കുറിച്ചാണ്. കേരളത്തിലെ ഒരു പട്ടിണി മരണത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. താങ്കൾ ഇവിടെ പറഞ്ഞതിൽ